ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 11 ശ്ലോകം 10. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്ത്വാം ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്തിരോഗാൻ മരുതാലയേശ. സാരാംശം. ഹരേ കൃഷ്ണ. സ്വർഗലോകത്തിൽ ദേവന്മാരെയൊന്നും കാണാതെ ദേഷ്യവും അഹങ്കാരവും മൂലം ആർത്തട്ടഹസിച്ചുകൊണ്ട് സമുദ്രത്തിൽ തിരിച്ചെത്തി ഹിരണ്യാക്ഷൻ. പർവ്വതാകാരനാകയാൽ സമുദ്രജലം മുട്ടിനോളമേ ഉള്ളൂ. ഹിരണ്യാക്ഷൻ്റെ ശ്വാസവേഗത്താൽ സമുദ്രത്തിൽ വലിയ തിരമാലകൾ ഉയർന്നു. ജലജന്തുക്കളും വിരണ്ടോടി. തൻ്റെ കയ്യിലുള്ള ഗദ കൊണ്ട് വെള്ളത്തിലടിച്ചു കളിച്ചുകൊണ്ട് ശത്രുവിനെ തേടി നടന്നു. ആ നടത്തം വരുണലോകത്തെത്തി. വരുണദേവനെ കണ്ട് വിനയപൂർവ്വം യുദ്ധത്തിന് ക്ഷണിച്ചു. പ്രായമേറിയതിനാൽ യുദ്ധത്തിന് താല്പര്യമില്ലെന്നറിയിച്ച വരുണദേവനെ പരിഹാസശരം കൊണ്ട് കോപാന്തനാക്കി. വരുണദേവൻ കോപത്തെ നിയന്ത്രിച്ചുകൊണ്ട്, നിന്നോട് യുദ്ധം ചെയ്യാൻ പ്രാപ്തനായി ഒരാൾ മാത്രമേ ഈ ഉലകത്തിലുള്ളൂ. അതേ സാക്ഷാൽ ആദിപുരുഷനായ മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുക എന്നു ഹിരണ്യാക്ഷനോട് പറഞ്ഞു. അതനുസരിച്ച് ഹിരണ്യാക്ഷൻ വിഷ്ണു ഭഗവാനെ തേടി നടന്നു. അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, ഭക്തന്മാർക്ക് മാത്രം കാണുവാൻ കഴിയുന്ന നിന്തിരുവടി എൻ്റെ രോഗങ്ങൾക്കും തടയിടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകവും ദശകവും ഉപസംഹരിച്ചത്. ഈ 11ാം ദശകത്തിലെ അർച്ചനാപുഷ്പങ്ങൾ ഭക്തിപുരസ്സരം ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.